കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു ചിന്ത, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം ആഗമനത്തിന് മുൻപായി യോഹന്നാൻ എന്ന സ്നാപകനെ ദൈവം അതിന് മുമ്പായിട്ട് അയക്കുകയാണ്. അതിനെക്കുറിച്ച് യെശയ്യാവെന്ന പ്രവാചകൻ പറഞ്ഞ അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗത്തെ ഇവിടെ ഉദ്ധരിക്കുകയും കൂടെ ചെയ്യുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ. അപ്പം യോഹന്നാനെ എന്തിനാണ് ദൈവം അയച്ചത്? കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവം യോഹന്നാനെ അയക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. അടുത്ത് അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്വാഭാവികമായിട്ട് ആ പ്രവൃത്തി ഇല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വരികയും അതിനുശേഷം വരാൻ പോകുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴും ആ വരുന്ന യേശുവിന് മുൻപായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ വായിക്കുന്നത്, അല്ലേ? എന്താ പറയുന്നത്? എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. എന്നതിനർത്ഥം പ്രതികൂലമായിട്ട് നിൽക്കുന്ന, പ്രയാസത്തിന് കാരണമായി നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുമെന്ന് പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ്റെ വരവോട് കൂടെയും അപ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ വരവിന് മുൻപായിട്ടും നടക്കേണ്ട കാര്യങ്ങൾ. മലകൾ നികന്നു വരും, കുന്നുകൾ സമഭൂമിയാകും, വളഞ്ഞത് ചൊവ്വാകും, ദുർഘടമായത് നിരന്ന വഴിയായി തീരും. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് വരുന്നതിന് മുൻപ് ചിലത് ശരിയാകും. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഏത് പ്രതികൂല ഘട്ടത്തെയും മാറ്റുവാൻ കഴിയുന്നൊരു ദൈവകരമുണ്ട്, അല്ലേ? ഗലാത്യ ലേഖനത്തിലേക്ക് യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, മറിയയിൽ യേശു ജനിക്കുന്നതിനെ പറ്റി പറയുന്നൊരു പരാമർശമുണ്ട്. കാലത്തിൻ്റെ തികവിങ്കൽ, കാലസമ്പൂർണത വന്നപ്പോൾ. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി അനുഗ്രഹീതമായൊരു ചിന്തയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപായിട്ട് അത് യെരുശലേമിൻ്റെ മണ്ണിനെ സ്തോത്രം 4 ഭാഗത്തു നിന്നും ആൾക്കാർക്ക് വരുന്ന രീതിയിൽ യെരുശലേം എന്ന നഗരത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ക്രമീകരിച്ചെടുക്കുന്ന ചരിത്രത്തിൽ നിവർത്തിയായ ഒരു പ്രവൃത്തി. അതായി പറയുന്നത്, എല്ലാ കുന്നും താഴ്വരയും നികന്നു വരും, എല്ലാ ദുർഘടമായതും നേരെയാകും, നിരന്ന വഴിയാകും, സ്തോത്രം വളഞ്ഞത് നേരെയാകുമെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ കർത്താവ് വരുമ്പോൾ നോക്കി, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ചരിത്രത്തിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ഇസ്രായേലിൽ യേശു ജനിക്കുമ്പോൾ സ്തോത്ര അതിന് മുൻപായി എല്ലാ ക്രമീകരണങ്ങളും ദൈവത്താൽ നടക്കപ്പെട്ടിരുന്നെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, സ്തോത്രം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക് യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നീ സ്തോത്രം ഭാരപ്പെട്ടു പോകേണ്ട. യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മലയും നികന്നു വരും, എല്ലാ കുന്നും സമഭൂമിയാകും, എല്ലാ വളഞ്ഞതും നേരെയാകും, എല്ലാ ദുർഘടങ്ങളും നിരന്ന വഴിയാകും. ദൈവത്തിൻ്റെ രക്ഷയെ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ജീവിതത്തിൽ എവിടെയാണോ നേരെയാകാനുള്ളത്, എവിടെയാണോ ശരിയാകാനുള്ളത്, കർത്താവിൻ്റെ പ്രവൃത്തിയാൽ സകലതും നേരെയാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.